ഈ സമയത്തിലാണ് ഒരു ദിവസം ജോൺ മേജർ സാറ് മീറ്റ് ചെയ്യുന്ന. വെസ്റ്റ്മിനിസ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞു, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു. ഇതെല്ലാം VIP ഏരിയയാണ്. സോ എവറി ടൈം ഞാൻ എൻ്റെ ക്യാമറ ഓപ്പറേറ്റ് മുമ്പ് ഷൂ നോക്കും, അത് നോക്കും, ഗ്ലൗസ് ഉണ്ട് അത് നോക്കും, ഇത് ചെക്ക് ചെയ്തുകൊണ്ട് സെൽഫ് ഇംപ്രവൈസേഷൻ കണ്ണാടി നോക്കും. ഐ എം ഓക്കെ എന്ന് പറഞ്ഞ് കോട്ട് കറക്റ്റ്, ടൈ കറക്റ്റാണ്, ഇതെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയും ചെക്ക് ചെയ്യണം, സൗണ്ട് ചെക്ക് ചെയ്യണം. ഇത് ഭയങ്കര ത്രില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വെസ്റ്റ്മിനിസ്റ്റർ 10 നമ്പർ 10 എല്ലാവർക്കും അറിയാം. നമ്പർ 10ൻ്റെ മുന്നിൽ ഞാൻ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ BBC ഉണ്ട്, റൈറ്റേഴ്സ് ഉണ്ട്, എല്ലാവരും നിൽക്കുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻ്റ് അകത്ത് പോകുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു, ഷേക്കൻ കൊടുക്കുന്നു, പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ അവിടെ നിൽക്കുമ്പോഴാണ് ജോൺ മേജർ വീണ്ടും വരുന്നത്. ജോൺ മേജർ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഓഫ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ടെലി ലെൻസ് ഉപയോഗിച്ച് എല്ലാം എടുത്തു. കാരണം ഒരു ലൈൻ നമ്മൾ ഇനി ന്യൂസ് കാണുമ്പോൾ അറിയാം, അവിടെ നമ്പർ 10ൻ്റെ മുമ്പ് ഒരു ജേർണലിസ്റ്റ് നിൽക്കാൻ ഒരു ഇതുണ്ട്, ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിലിരുന്ന് എടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ ജോൺ മേജർ പുറത്തേക്ക് വരുന്നു. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വന്നിട്ട് അദ്ദേഹവും പ്രോട്ടോക്കോളൊക്കെ ഇന്ത്യൻ ക്യാമറമാൻ വിത്ത് പ്രസിഡൻറ്റ് എന്ന് ചോദിച്ചപ്പം ഞാൻ കൈ പൊക്കി. എൻ്റെ കൂടെ ഇരുന്ന ബാനു ഹറാലു അവരും രണ്ടുപേരും കൈ പൊക്കി. അങ്ങനെ സിഗ്നൽ കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും പാനിക്കായി. പുള്ളിയുടെ വീട്ടിലേക്ക് അങ്ങനെ ക്യാമറ എടുത്തിട്ട് പോയി ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്തിരിക്കുമ്പോഴാണ് ഒരാൾ വന്ന് പറഞ്ഞ് പ്രൈം മിനിസ്റ്റർ ആസ്ക്ഡ് യു ടു ഹാവ് എ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ഇതിലില്ല, നമ്മുടെ പ്രോഗ്രാം നോട്ടീസിലില്ല. അങ്ങനെ അവിടെ ജോൺ മേജർ, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, കാരണം ടെൻഷനാണ്. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലിരുന്നിട്ട് പ്രസിഡൻറ്റ് അപ്പുറത്ത് ഇരിക്കുക, അങ്ങനെ ഒരു ഇൻസിഡൻ്റായി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വെസ്റ്റ്മിനിസ്റ്റർ അവിടെ വീണ്ടും ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പോകുമ്പോഴാണ് ഞാൻ രാവിലെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസിഡൻറ്റ് കണ്ടു. എന്നെ വിളിച്ചു, അഴകപ്പൻ ആർ യു നോട്ട് ഈറ്റിംഗ് ലഞ്ച്? അപ്പോൾ മണി നോക്കിയപ്പോൾ 2:45. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ സർ, ഐ ഹാവ് ടു ഡു സം കവറേജ് ആൻഡ് ഐ ഹാവ് ടു ഫീഡ് ദ ഫുട്ടേജ്. അപ്പോൾ പുള്ളി പറഞ്ഞു യു സിറ്റ് ആൻഡ് ഹാവ് എ ലഞ്ച് എന്ന് പറഞ്ഞു. ശരി, അപ്പം ഇത് ഇത്ര മതി എന്ന് പറഞ്ഞു അവർ സെക്രട്ടറി വന്നിട്ട്. പ്രസിഡൻറ്റ് ടോൾഡ് ദാറ്റ് ഇറ്റ്സ് എനഫ്, യു ഈറ്റ്. അപ്പോൾ ഞാൻ ശരിയും പറഞ്ഞിട്ട് ഞാൻ പാക്ക് ചെയ്തിട്ട് ഒരു മനസ്സിലാതെ പാക്ക് ചെയ്യുന്നത്, കാരണം കുറേ മിസ്സായിട്ടുണ്ട് ഫുട്ടേജ്. പാക്ക് ചെയ്ത് ക്യാമറ എല്ലാം സൈഡിൽ വെച്ചിട്ട് അവിടെ പോയി ഇരിക്കുമ്പോൾ പ്രസിഡൻറ്റ് എന്നെ വിളിക്കുന്നത് യു ഡോണ്ട് ഡ്രിങ്ക് എന്ന് പറഞ്ഞു. വൈൻ എല്ലാവർക്കും വൈൻ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ സർ, ഓൺ ഡ്യൂട്ടി ഐ എം നോട്ട് ഡ്രിങ്കിങ്. അത് പുള്ളി ചിരിച്ചു, ഉഷാജിയും ചിരിച്ചു. ഐ എം ഓൺ ഡ്യൂട്ടി, ഐ കാൺ ഡ്രിങ്ക് എന്ന് പറഞ്ഞ്. യുവർ ഡ്യൂട്ടി ഈസ് ഫിനിഷ്ഡ്, യു ടുഡേ എന്നോ. അപ്പം പിന്നെ PA പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ് ഈവനിങ് കവറേജ് ഇല്ല അഴകപ്പൻ യു. പിന്നെ എന്നെ വിളിക്കുന്നത് ഹെവി മാൻ എന്നാണ് വിളിക്കുന്നത് ഉഷാജി മാഡം. വന്ന് എന്നെ 2 പ്രാവശ്യം വിളിച്ച് യു ഹെവി മാൻ ഈറ്റ് എന്നൊക്കെ പറയും. സോ ആ ഹ്യൂമൻ റിലേഷൻസ് അവർ എത്ര പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിലും എത്ര ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ദേ ആർ മെയിൻറ്റെയിനിങ്. അങ്ങനെ ഒരു VIP. K.R. നാരായൺ സാറുടെ ഒരു ട്രിപ്പ് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് പറയാൻ പറ്റിയത് ഈ ഒരു ഹ്യൂമാനിറ്റി അവരൊക്കെ കൺസിഡർ ചെയ്ത സംഭവമാണ്. വാജ്പേയി സാറ് 1981 പത്താൻകോട്ട് എന്ന പടത്തിൽ പത്താൻകോട്ടിൽ വെച്ച് ഇൻ്റർനാഷണൽ മുഷേറ എന്ന് പറയുന്ന ഉറുദു പോയറ്റ്സ് ഓൾ ഓവർ ഇൻ ദ വേൾഡ് ദേ വിൽ കം. അഫ്ഗാനിസ്ഥാനി ഉണ്ടാവും, പാകിസ്ഥാനി ഉണ്ടാവും, അല്ലെങ്കിൽ ഇറാഖി ഉണ്ടാവും, ടർക്കീസ് ഉണ്ടാവും, പല രാജ്യങ്ങളിൽ, ഖത്തർ, സോ മെനി കൺട്രീസ്, ഇസ്ലാമിക് കൺട്രീസ് മാത്രമല്ല ഉറുദു സംസാരിക്കുന്ന എല്ലാ പോയറ്റ്സും അവിടെ വരും. അവിടെ വന്നിട്ട് അവിടെ ഒരു വലിയ സമ്മേളനം നടത്തും. അത് ഞാൻ കവറേജ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അത് അന്നും വീഡിയോ വന്നിട്ടില്ല, ഇറ്റ്സ് എ ഫിലിം ക്യാമറ. അതുകൊണ്ട് നേരത്തെ പോയി എല്ലാം ചെക്ക് ചെയ്യണം, കുറച്ചുകൂടെ കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി 6:30 ഞാൻ അവിടെ അസംബിളായി. ഞാൻ എൻ്റെ ലൈറ്റിംഗ് അസിസ്റ്റൻസും സൗണ്ട് ഗാർഡ്സും റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഷഫീഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് എൻ്റെ കൂടെ വന്നത്, കശ്മീരിയ പുള്ളിയും. വാജ്പേയി സാർ മുഷേറ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ക്ലാപ്സ് കിട്ടിയ ഒരു പോയം ഉണ്ടായിരുന്നു, ഉറുദു പോയം, ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു 12:30 ബ്രേക്കായി. ലഞ്ച് ബ്രേക്ക് ആയപ്പം ഞാൻ അപ്രോച്ച് ചെയ്ത് പോയിട്ട് സർ വി വോണ്ട് ഇൻ്റർവ്യൂ വിത്ത് യു, വാട്ട് ടൈം ഇറ്റ് ഇസ് പോസിബിൾ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ നാസ്ത കായാന്ന്, ബ്രേക്ക്ഫാസ്റ്റ് കിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ടൈം ആയി സർ, ഇറ്റ്സ് എ ലഞ്ച് ടൈം സർ എന്ന് പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കിയാന്ന് ചോദിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കിയാന്ന് പറഞ്ഞു, കരുതിയാൻ കർക്കെ ആയാന്ന് പറഞ്ഞു. ജൂട്ട് നെയ് ബോൾനേക്കാ എന്ന് പറഞ്ഞു. കാരണം നേരത്തെ ജൂട്ട് ബോൾനെസ്സേ ആദത്സ് ഓകയ എന്ന് പറഞ്ഞ ഒരു കവിതയാണ് പുള്ളി അവിടെ അവതരിപ്പിച്ച്. അത് കള്ളം പറഞ്ഞ് അതൊരു ഹാബിറ്റായിട്ട് മാറും എന്നുള്ള ഒരു ഉറുദു പോയം ഉണ്ടായിരുന്നു പുള്ളിയുടെ. 2-3 പോയം പറഞ്ഞതിൽ ഒരു പോയം അതായിരുന്നു. ആ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ജൂട്ട് നെയ് ബോൾനേക്കാന്ന്. ഞങ്ങൾ ഭയങ്കര ചമ്മിപ്പോയി. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെങ്കിൽ, ഞാൻ 6:30 വരുമ്പോൾ നിങ്ങൾ ക്യാമറ ഒക്കെ മൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര മണിക്ക് വന്ന് കാണുമോ? നിങ്ങൾ ഒരു 6 മണിക്ക് വന്ന് കാണും. ഹിന്ദിയിലെ പറഞ്ഞത്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഞങ്ങൾ എല്ലാവരും പോയി അകത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരുമ്പോൾ 8 മണിക്ക് ഇത് തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. സോ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. സോ ആ ഹ്യൂമാനിറ്റി ഭയങ്കര നമുക്ക് അത് തന്നെ. ഇതേ സിറ്റുവേഷനാണ് നയനാർ സാറെ പറ്റി ഡോക്യുമെൻ്ററി ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഉണ്ടായത്. നയനാർ സാർ CM ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഏർലി മോർണിംഗ് പോയിട്ട് എല്ലാം റെഡിയാക്കി, ക്യാമറ ഒക്കെ റെഡിയാക്കി. സാർ വന്നപ്പം മാഡം ചോദിച്ചു, സാധാരണ മാഡം ചോദിച്ചു, അഴകപ്പൻ വൈ ഡോണ്ട് യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമെന്ന് പറഞ്ഞ്, ഇല്ല മാഡം കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അതേപോലെ CM വന്നിട്ട് തുടങ്ങാമല്ലേ എന്ന് ചോദിച്ചു. അപ്പം സാറ് കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ഞാനും സുരേഷ് എന്ന് ഒരാളുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചു എന്ന് തലയാട്ടി. പുള്ളി പറഞ്ഞ് കള്ളം പറയാറുണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റിയ വാജ്പായ് സാറാണ്. അപ്പോൾ ഇല്ല സാർ കഴിച്ചിട്ടുണ്ട്. എടോ ഈ ഏരിയയിൽ എവിടെയും രാവിലെ കട തുറക്കത്തില്ല, എനിക്കറിയാം, നിങ്ങൾ കഴിച്ചിട്ടില്ല, അവൾ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുക, പോയി കഴിച്ചിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. സോ വലിയ ആൾക്കാരുടെ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മൾ സിംപ്ലിസിറ്റി ഒരുപാട് പഠിക്കാൻ പറ്റും. ടെലിവിഷൻ ജീവിതം നല്ല കളർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് എൻജോയിങ്. കാരണം അതിൽ ഒരു വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റിംഗ് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് ന്യൂസിൽ ബോറടിക്കുമ്പോൾ ഫിക്ഷനിൽ പോകാം, ഫിക്ഷനിൽ നിന്ന് സ്പോർട്സിൽ പോകാം, സ്പോർട്സിലിരുന്ന് ട്രാവൽ സ്റ്റോറീസ് ചെയ്യാം. ഇങ്ങനെയൊക്കെ കുറേ. പിന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം പോകുമ്പോൾ നാഷണൽ ഗെയിംസ് ക്യാമറമാനായിരുന്നു. ഇങ്ങനെ പല ലൈഫ് കണ്ട് ലൈഫ് കാണുന്നതാണ്. ഇപ്പോൾ സിനിമയിലെക്കാട്ടിലും ടെലിവിഷനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് നാച്ചുറലായിട്ടുള്ള ക്യാപ്ചറിങ് കിട്ടുക. സോ അതിൽ ഐ വാസ് എൻജോയിങ്. കാൻഡിഡ് ഷോർട്സുകൾ ഒരുപാട് ചെയ്യാം. പിന്നെ ചെറിയ സോഫ്റ്റ് സ്റ്റോറീസ്, സിവിക് സെൻസുള്ള സോഫ്റ്റ് സ്റ്റോറീസ് ഒരുപാട് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഒരു പോപ്പുലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു ഫിക്ഷൻ മൈൻഡ് എപ്പോൾ ഉള്ളതുകൊണ്ട് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ടെലിവിഷനിൽ ഇരിക്കുമ്പോൾ തന്നെ ആരറിയാതെ ഒരു കള്ള ലീവ് എന്ന് പറയാം, അത് മുങ്ങിന്ന് പറയില്ലേ, അതുപോലെ പോയി 1986 തമിഴ് പടമാണ് ചെയ്തു, ഊർക്കുരുവിന്ന്. നേരത്തുള്ള പടം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല എൻ്റെ വർക്ക് എനിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആയില്ല, കാരണം ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഊർക്കുരുവി ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യണം പറഞ്ഞിട്ടാണ് ഊർക്കുരുവി ചെയ്തത്. പക്ഷെ അന്നത്തെ ട്രെൻഡിൽ ആ സ്റ്റോറി ഓക്കെ, ഒരു ലവ് സ്റ്റോറി, പിന്നെ സോഷ്യൽ റിലവൻസ് എല്ലാം ഉള്ള സ്റ്റോറിയാണ്. പക്ഷേ ഹെവി റെയിൻ ചെന്നൈയിൽ വന്നപ്പം അത് റിലീസ് ചെയ്ത് പോസ്റ്റർ പോലും, അന്ന് പോസ്റ്റർ മാത്രമേ കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. പോസ്റ്റർ ആൻഡ് പ്രസ് സപ്പോർട്ട്, മാഗസിൻ സപ്പോർട്ട്. ഹെവി ഫ്ലഡ് 86 ഭയങ്കര ഒരു മഴയും ഇതും വന്നിട്ട് ഞങ്ങൾ ഒട്ടിച്ച എല്ലാ പോസ്റ്ററും ഇടയിപ്പോയി. അപ്പം അതൊരു പബ്ലിസിറ്റി ഇല്ലാതെ പോയപ്പം ഒരു ആവറേജായിട്ട് ആ പടം ഓടിയത്. ആ പടം കഴിഞ്ഞിട്ട് വീണ്ടും കം ബാക്ക് ടു ടെലിവിഷൻ, അവിടെയും ഹോപ്പ് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് പല ചാൻസസ് വന്നിട്ട് അത് മിസ്സാവുന്നത് ഒരുപാട് സമയങ്ങളുണ്ടായി. പിന്നെ ഇത് ഓവർകം എപ്പം അതിജീവിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് അത് ഒരു മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ടെലിവിഷനിൽ വന്നിരിക്കുമ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടാണ് 95 ഞാൻ നേരത്തെ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്.
അത് കുറേ സിനിമാക്കാർ തന്നെ ഭയങ്കര അപ്രിഷ്യേഷൻ ചെയ്യുന്നത്. മമ്മൂക്ക ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തു. ഈവൻ മമ്മൂക്ക നേരത്തെ ഞാൻ ചെയ്ത വേനലിൻ്റെ ഒഴിവുകൾ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ഹോട്ടൽ ട്രിവാൻഡ്രത്തിലായിരിക്കുമ്പോൾ ഞാനപ്പോൾ അതിനു മുമ്പ് മമ്മൂക്ക നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നേരിട്ട് എന്നെ ഒരു 86 ഞാൻ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂക്ക നേരിട്ട് ആ ക്യാമറയുടെ പിന്നിൽ വന്ന് നിന്നിട്ട് എൻ്റെ അടുത്ത് തോളത്ത് തട്ടിയിട്ട് കൺഗ്രാജുലേഷൻ, നല്ല വർക്കാന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായി പോയി. കാരണം മമ്മൂക്ക പോലെ ഒരാൾ ആ സമയത്തിൽ എൻ്റെ അടുത്ത് നേരിട്ട് ഒരു ടെലിവിഷൻ വർക്കെ പറ്റി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അത്ഭുതം പെട്ടു. അപ്പം അന്നൊരു കോൺഫിഡൻസ് കിട്ടി നമുക്ക് സിനിമ വരാൻ പറ്റും. ഇനി ഗോഡ് ഫാദേഴ്സ് ഇല്ല. ഇനി ഗോഡ് ഫാദർ എന്ന് പറയുന്നത് എൻ്റെ ഹാർഡ് വർക്ക് തന്നെ ഗോഡ് ഫാദർ ആയിരുന്നു. അല്ലാതെ ഫ്രണ്ട്ഷിപ്പ്, കുറേ ഫ്രണ്ട്ഷിപ്പ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഈ സമയങ്ങളിലാണ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ 36 വയസ്സിൽ റിസൈൻ, സെൻട്രൽ ഗവൺമെൻറ്റിലെ നല്ല സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ജോബ് വിട്ടിട്ട് എങ്ങനെ റിസൈൻ ചെയ്യാനൊരു ആലോചനയൊക്കെ വന്നപ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്ക്, ശ്യാമപ്രസാദ്ക്കും, പിന്നെ അതിൽ അഭിനയിച്ച ആക്ടേഴ്സും കിട്ടി. അന്നിരുന്ന ഡയറക്ടർ അത് അബ്ജക്ഷൻ ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ് അവാർഡ് വാങ്ങിക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾ ആർഗ്യൂ ചെയ്തു, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്ക് അവാർഡ് കൊടുത്താൽ എന്തുകൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റാൻ? അത് ദൂരദർശന് കിട്ടാൻ വേണ്ടിയ അവാർഡാണ്, നോട്ട് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഓവർനൈറ്റ് ഐ ഡിസൈഡ്, ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസമാണ് റിസൈൻ ചെയ്യുന്നത്, ശ്യാമപ്രസാദും ഞാൻ. പക്ഷേ ഒന്നുമില്ല, കയ്യിൽ വേറെ ഒരു പടമോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ വർക്കോ ഒന്നും ഹാൻഡിലില്ല. സോ ധൈര്യമായി റിസൈൻ ചെയ്യുന്നു, ഒരു ആത്മവിശ്വാസം. ഐ ക്യാൻ ഫൈറ്റ് ഫോർ ദ ലൈഫ്. റീസ്റ്റാർട്ട് ചെയ്ത് സീറോയിലിരുന്ന് അഗെയിൻ. അങ്ങനെയാണ് കുറേ സീരിയൽസ്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സീരിയൽസിൻ്റെ പേരൊക്കെ അതാണ്: വേരുകൾ, മരണം ദുർബലം, നിലാവരിയുന്നു, നാഷണൽ അവാർഡ് കിട്ടിയത്. അതുപോലെ കുറേ ലോങ് സീരീസ്. വേരുകൾ കഴിഞ്ഞിട്ടും തോറ്റങ്ങൾ ചെയ്തു. സ്മാരകസ്ഥലകൾ, പിന്നെ കുറേ വർക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങി. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കിരീടം ഉണ്ണി പ്രൊഡ്യൂസർ, അദ്ദേഹം കിരീടത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. ഒരു ദിവസം ഞാൻ ആഡ് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാലം ആഡ് ഫിലിം കോൺസെൻട്രേറ്റ് ചെയ്തു. ഇവിടെ ജോസ്കോയുടെ ആഡ്, ജോയ് ആലുക്കാസിൻ്റെ ആഡ്, പിന്നെ മനോരമയുടെ കുറേ ആഡുകൾ. എൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ ചെറിയ കോൺസെപ്റ്റ് ഉണ്ടാക്കി അവർക്ക് മനോരമ കഴിച്ചു കൊടുക്കും. അവർ എൻ്റെ സ്റ്റോറി അക്സെപ്റ്റ് ചെയ്തിട്ട് റെഗുലർ ഷൂട്ടിങ് ചെയ്യാറുണ്ട്. പക്ഷേ വേറെ കമ്പനിയുടെ പേരിലാണ്, എൻ്റെ ക്രിയേഷൻ മാത്രം ഉണ്ടാകും. പിന്നെ മാതൃഭൂമിക്ക് സ്റ്റോറി അയച്ചു. ആ ആഡ്സൊക്കെ നല്ല ക്ലിക്കായി ഓടിയ സ്വർണ്ണ തമ്പോലയുടെ ആഡ്സൊക്കെ ഞാൻ ചെയ്തു. അന്നാണ് ഫിലിം ആക്ടേഴ്സ് പതുക്കെ സിനിമയിലിരുന്ന് ഇവിടെ സിനിമയിലിരുന്ന് ആഡ് ഫിലിംസിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. പല നമ്മുടെ മനോരമയുടെ ആഡിലെ തിലകൻ ചേട്ടൻ, ഇങ്ങനെ പല ആക്ടേഴ്സും ഇതിൽ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്തിലാണ് ഈ ഒരു ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കിരീടം ഉണ്ണി ചേട്ടൻ ആ ലൊക്കേഷനിൽ വന്നിട്ട് അഴകപ്പനാണെന്ന് ചോദിച്ചത്. എൻ്റെ വൈഫ് മരണം ദുർബലം കണ്ടിട്ട് ഭയങ്കര അപ്രിഷ്യേഷൻ ചെയ്ത്, അഴകപ്പൻ എന്താ സിനിമ ചെയ്യാത്തതെന്ന്. ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്, നല്ല കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കാമെന്ന്. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ നമ്പറൊക്കെ തന്നിട്ട് പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സിനിമ ചെയ്യണമെന്ന്, കാരണം ഞാൻ ദേശാടനം കമ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ദേശാടനത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് കല്ലുകൊണ്ട് പെണ്ണെന്നൊരു സിനിമ വരുന്നത്. അപ്പോൾ ദേശാടനം കല്ലുകൊണ്ടും ഒരേ ടൈമിൽ വന്നപ്പം നാച്ചുറലി ശ്യാമപ്രസാദ് കൂടെ ഒരുപാട് കാലം 10-18 വർക്ക് ചെയ്തതിലും എല്ലാത്തിലുമേ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ എവിടെയൊക്കെ റെക്കഗ്നൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കല്ലുകൊണ്ട് പെണ്ണ് വേണ്ടി ചൂസ് ചെയ്ത് വെയിറ്റ് ചെയ്തു. ഒരു എല്ലാം നിയറസ്റ്റ് പോയിൻ്റ് വരുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞു, ഒരു എക്സ്പീരിയൻസ്ഡ് സിനിമ ക്യാമറമാൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലത്. അതേപോലെ ടെലിവിഷൻ ക്യാമറമാൻ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ സിനിമയിലിരുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു.
അപ്പോൾ സിനിമ ചെയ്തിട്ടില്ല എന്നൊരു തീരുമാനം എടുത്ത് എന്നെ ക്യാമറമാനെ മാറ്റിയപ്പം എനിക്ക് ദേശാടനവും പോയി ഇതും പോയി. അങ്ങനെ രണ്ടും ഇരിക്കുന്ന ടൈമിലാണ് ഈ സമ്മാനം എന്നൊരു പടം വരുന്നത്. ശരിക്കും ഒരു സമ്മാനം കിട്ടിയതുപോലെ തന്നെ ആ പടം 100 days ഓടി. ആ 100 days ഓടിയത് കൊണ്ട് പിന്നെ കുറേ പടങ്ങൾ വന്നു. പക്ഷേ പടങ്ങൾ വന്നാലും എൻ്റെ ടേസ്റ്റിൽ അല്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയോ അല്ലെങ്കിൽ എനിക്ക് ടാലൻറ്റ് കാണിക്കാൻ എൻ്റെ കഴിവ് കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ വ്യത്യാസപ്പെടണമെന്ന് വിചാരിക്കുന്ന ഒരു പടം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പടത്തിൽ നിന്ന് വീണ്ടും ഞാൻ ടെലിവിഷനിലേക്ക് മാറി. ടെലിവിഷനിൽ യാത്ര ചെയ്യുമ്പോഴാണ് അഗ്നിസാക്ഷി ടേക്കപ്പ് ആവുന്നത്. അഗ്നിസാക്ഷിയുടെ റൈറ്റ്സ് എൻ മോഹനൻ സാർ എൻ്റെ പേരിലാണ് തന്നതെന്ന്. ഞാനത് ടെലിവിഷൻ പ്രോജക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പലരും റൈറ്റ്സ് ചോദിച്ചിട്ട് അദ്ദേഹം കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അഴകപ്പനും ശ്യാം പ്രസാദ് എല്ലാം കൂടി ചെയ്യുകയാണെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവും, നീതി പുലർത്തും എന്ന് പറഞ്ഞിട്ടാണ് റൈറ്റ്സ് എന്ന്. ഒരു റൈറ്റ്സ് അവകാശം പോലും ചോദിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് തുടങ്ങും മുമ്പ് എന്തെങ്കിലും ഒരു ഫണ്ട് അവരുടെ ഒരു ഫൗണ്ടേഷനുണ്ട്, ലളിതാംബിക അന്തർജനം, അവരുടെ ഫൗണ്ടേഷനുക്ക് തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഫിനാൻഷ്യലി അത്രയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ഡൗട്ട് വന്നു. പിന്നെ ഞങ്ങൾ സിസ്റ്റിൻ്റെ മുമ്പിൽ അത് ചെയ്യാനൊരു തീരുമാനം എടുത്തപ്പം ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഡിസിഷനിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചേർത്തലിരുന്ന് ബാബുവേട്ടൻ എന്ന് പറയുന്നത് തകര ഒക്കെ പടം ചെയ്ത് ബാബുവേട്ടൻ വന്നിട്ട് ആ പടം ഞാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് അഗ്നിസാക്ഷി ഉണ്ടാകുന്നത്. അഗ്നിസാക്ഷി എന്താണെങ്കിൽ ബഡ്ജറ്റില്ല, വളരെ കുറഞ്ഞ ബഡ്ജറ്റാണ്. അപ്പോൾ ഞാൻ കോംപ്രമൈസ് ഫിലിമിലേ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ക്യാമറ ചെയ്തു. 2C ക്യാമറ എന്ന് പറഞ്ഞാൽ അന്നത്തെ എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാമറ ആയിരുന്നു 2C ക്യാമറ. അതിന് ശേഷം ക്യാമറ ARRI3 3AC ARRI3 ഇങ്ങനെ പല മോഡൽ വന്നാലും 2C ക്യാമറ ഓൺലി ഫിലിം ഡിവിഷൻ ഡോക്യുമെൻ്ററി മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന പീരീഡാണ്. അപ്പോൾ ആ ക്യാമറ വെച്ച് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങി. എല്ലാം ബ്ലോക്ക് ലെൻസസ്, സൂം ലെൻസ് എടുക്കാനുള്ള കാശൊന്നുമില്ല. 8 ബേബി ലൈറ്റ്സാണ്. പിന്നെ ഞാനത് മറ്റേ ലൈറ്റിങ് ആളുകളുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു ജൂനിയർ കൂടെ തന്നു. പിന്നെ അതിൽ HMI ലൈറ്റൊക്കെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ബഡ്ജറ്റില്ല. ആ പടമാണ് എൻ്റെ ലൈഫിലെ ഒരു വഴിത്തിരിവ് ആയതെന്ന് പറയാം. കാരണം ഒന്നുമില്ലാമയിൽ നിന്ന് ചെയ്ത പടമാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടും. ബാലു മഹേന്ദ്ര സാർ നേരിട്ട് വിളിച്ച് ഒരു ഭയങ്കര അപ്രിഷ്യേഷൻ ചെയ്ത്. അഗ്നിസാക്ഷി ഞങ്ങൾ തുടങ്ങി, ശോഭന ജോയിൻ ചെയ്തു, രജത് കപൂർ ഉണ്ടായി. അപ്പോൾ പ്രവീണ വന്ന ക്യാരക്ടർ എങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഞാൻ സണ്ണി ജോസഫ് ഡയറക്റ്റ് ചെയ്ത ഒരു സീരിയലിൽ വെച്ച് കണ്ട കുട്ടിയാണ് പ്രവീണ. അപ്പോൾ ശ്യാം പ്രസാദ് ആക്ച്വലി മഞ്ജു വാര്യരെയാണ് ആ റോളിൽ വെച്ചിരുന്നത്, തങ്കം എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ മഞ്ജു വാര്യരുടെ കണക്ഷൻ ഉണ്ടെങ്കിലും മഞ്ജു വാര്യർ കുറച്ച് ബിസിയായിരുന്ന ഒരു ടൈമാണ്, ഭയങ്കര ബിസിയാണ്. അപ്പോൾ ശ്യാം പ്രസാദും പ്രവീണവും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു സീസ് ഗുഡ്, നോക്കാൻ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റുഡിയോ ഷൂട്ട് ആൻഡ് എഡിറ്റിൽ വന്നു. അവിടെ വെച്ച് ഒരു എന്താ പറയുക ഓഡിയേഷൻ പോലെ തന്നെ ശ്യാം പ്രസാദ് നടത്തി. ദെൻ ശ്യാം പറഞ്ഞു ഇത് കുഴപ്പമില്ല, ഷീസ് ഗുഡ് ഐ തിങ്ക് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു. ആ പടം തുടങ്ങി 3-ാമത്തെ ദിവസം ഭയങ്കര മഴയാണ്. പിറവം പാഴൂർ മനയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ റെയിനാണ്. അപ്പോൾ ആ റെയിൻ വന്നപ്പം ഈ ഷൂട്ടിംഗ് നിന്ന് പോവോ, എല്ലാവർക്കും ടെൻഷനാണ്. കാരണം ഞാനും കുറേ കാലം വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു സിനിമ കിട്ടി. പക്ഷേ ഇത് പ്രോജക്റ്റ് നിന്ന് പോയാൽ പിന്നെ എപ്പം ടേക്കപ്പ് ആവും, കാരണം ലോ ബഡ്ജറ്റ് ഫിലിമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു തിരുമേനി ഉണ്ടായിരുന്നു, 90 years old. അപ്പോൾ പുള്ളി വന്നിട്ട് എന്താ വിഷമിച്ചിരിക്കാന്ന് ചോദിച്ചു. തിരുമേനിയോ മഴ നിൽക്കുന്നില്ല, മഴ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് ഞങ്ങൾ താമസിച്ച പിറവം ഹോട്ടലിൽ ചോദിക്കുന്നുണ്ട്, അവിടെയും മഴയാണ്. നമ്മുടെ അസിസ്റ്റൻസൊക്കെ ബൈക്ക് സ്കൂട്ടറൊക്കെ എടുത്തിട്ട് പോയി നോക്കുന്നുണ്ട്, റോഡ് എല്ലാം മഴയാണ്. കാർ എടുത്തിട്ട് പോയി പല ഇടങ്ങളിലും മഴയാണ്. അപ്പോൾ അനൗൺസ്മെൻറ്റ് റേഡിയോയിൽ വന്നുകൊണ്ടിരിക്കുന്നു, ഈ മഴ കണ്ടിന്യൂ ആവും 10 ദിവസം. അപ്പോൾ ഞങ്ങൾ ഷൂട്ടിംഗ് നിർത്താം എന്നുള്ള തീരുമാനവും എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തിരുമേനി പറഞ്ഞ് ഷൂട്ടിംഗ് നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയിട്ട് ഒരു തേങ്ങ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ വെട്ടുകത്തി വെച്ച് ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ മുറ്റത്തിലിട്ടു.
ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല, ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ആവും മഴ മൊത്തം നിന്ന്. അപ്പോൾ പുള്ളി എന്ത് പ്രാർത്ഥിച്ചെന്നൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ വെളിയിൽ നിന്ന് വരുന്നവരൊക്കെ പറയുന്ന അവിടെ മഴ ഇവിടെ മഴ എന്ന്. ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാലും പല സ്ഥലങ്ങളിലും മഴയാണ്, പക്ഷേ ഇപ്പുറം മാനയെ ചുറ്റി മഴയില്ല. അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു, ഒരു 7-8 ദിവസം അവിടെ മഴ പെയ്തിട്ടേ ഇല്ല. ലാസ്റ്റ് പാക്കപ്പിന് പറയുമ്പോൾ ഇടിവെട്ട് മഴ ഉണ്ടായി. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞ്, അഴകപ്പൻ പോയിട്ട് വരും പറഞ്ഞിട്ട് ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് പുരസ്കാരങ്ങൾ കിട്ടും ഈ പടത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പോലെ ഒരു അക്നോളജ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങിപ്പോയി. പിന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തപ്പം ഞാൻ നേരിട്ട് അവാർഡ് വാങ്ങിച്ചിട്ട് പുള്ളി തിരുമേനിയുടെ കൊണ്ട് കാണിച്ചു. അന്ന് പറഞ്ഞല്ലോ അത് കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മിസ്സാവും പറഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ ആ ഡിപ്രഷൻ ആർക്കും കാണിച്ചില്ല. അങ്ങനെ നടക്കുക, ആ മലയിൽ ഇങ്ങനെ നടക്കുക, അങ്ങനെ നടക്കുക, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഒരു കയറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഡൽഹിയിലൊന്ന് ലൈറ്റിംഗ് അസിസ്റ്റൻറ്റാണ് ഹേയ സാറെന്ന് പറഞ്ഞു, കയറെടുത്തിട്ട് വയറ്റിൽ കെട്ടി വെച്ചു. അപ്പോൾ ഐസ് ബ്ലോക്സൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു സൈഡിൽ വാട്ടറിൽ. സോ ഫ്രീസിങ് വാട്ടറാണ്. ഞാൻ ക്യാമറ കയ്യിലെടുന്ന് പറഞ്ഞു ആ അസിസ്റ്റൻറ്റ്. അപ്പോൾ ശ്യാം ബാക്കിയുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, എന്താ ചെയ്യാൻ പോകുന്നുണ്ട്.